പുതിയ നീക്കത്തിൽ അമേരിക്ക ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചുള്ള ഇരിപ്പാണ്. ഈ ഒരു നീക്കം കൂടി പ്രാവർത്തികമായാൽ ഒരുപക്ഷെ ഇനിയുള്ള നാളുകൾ ഉക്രൈന്റെ അന്ത്യത്തിലേക്കുള്ള പടപ്പുറപ്പാടായിരിക്കും. എന്തായാലും ഒരു രാജ്യവും ചെയ്യാത്ത കടുത്ത തീരുമാനങ്ങൾ റഷ്യ കൈക്കൊള്ളുന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് പുടിന്റെ പകയാണ്. അത് ബൈഡൻ ഭരണകൂടം ക്ഷണിച്ചു വരുത്തിയതുമാണ്. എന്തായാലും തീക്കളി തന്നെയാണ് ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നത്. അതിൽ ഇനി വല്ല ട്വിസ്റ്റും സംഭവിക്കണമെങ്കിൽ ട്രംപ് വരണം, അല്ലാതെ ഒന്നും നടക്കില്ല. അതെന്തായാലും മറ്റൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് പുടിന്റെ ആ നിർണായക നീക്കം എന്താണെന്ന് മനസ്സിലാക്കാം. കോടിക്കണക്കിന്, അതായത് ട്രില്യൺ കണക്കിന് ബജറ്റാണ് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രാജ്യത്തെ സേനയ്ക്കുള്ള ബജറ്റായി അനുവദിച്ചിരിക്കുന്നത്. അതെ, ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലം വീണ്ടും കലുഷിതമാകുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതായത് ആ ഒരു ഫ്രെയിമിലേക്ക് വീണ്ടും പുതിയ രാജ്യങ്ങൾ കൂടി കടന്നു വന്നിരിക്കുകയാണല്ലോ. ബൈഡൻ ഭരണകൂടത്തിന്റെ ചതിയുണ്ട്, കൂടെ എതിർവശത്ത് ഉത്തര കൊറിയയും അതോടൊപ്പം ഇറാനും. അപ്പോൾ പിന്നെ പുടിൻ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഉക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിൽ റഷ്യയുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബജറ്റ് പദ്ധതികൾക്ക് പുടിൻ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. എന്തായാലും ബജറ്റ് വിവരങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇക്കഴിഞ്ഞ ദിവസം സർക്കാർ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത ബജറ്റിന്റെ ഏകദേശം 32.5% ദേശീയ പ്രതിരോധത്തിനായാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത് 13.5 ട്രില്യൺ റൂബിളാണ്. അതായത് ഏകദേശം $145 ബില്യൺ വരും. ഇത് ഈ വർഷം 28.3% ഉയർന്നിട്ടുമുണ്ട്. റഷ്യൻ പാർലമെന്റിലെ ഇരുസഭകളിലെയും നിയമനിർമ്മാതാക്കൾ, സ്റ്റേറ്റ് ഡ്യൂമ, ഫെഡറേഷൻ കൗൺസിൽ എന്നിവ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകുകയായിരുന്നു. 2022 ഫെബ്രുവരി മുതൽ ഉക്രൈനിലെ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഇരുപക്ഷത്തിൻ്റെയും വിഭവങ്ങളെ വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരവും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവുമുള്ള രാജ്യമാണ് റഷ്യ എന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ പ്രതിരോധ സംവിധാനം മികവോടെ നിലനിർത്താൻ വേണ്ടി അതിനാവശ്യമായ സാമ്പത്തിക സ്ഥിതിയും ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഭരണകൂടം സൈനിക ചെലവുകൾക്ക് മാത്രമായി വൻ തുകയാണ് ബജറ്റിൽ മാറ്റിവെക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം 3ാം വർഷത്തിലേക്ക് കടക്കുന്നതോടെ വലിയ തോതിൽ സൈനിക സജ്ജീകരണമാണ് റഷ്യ ലക്ഷ്യമിടുന്നത്. അതേസമയം ഉക്രൈന് അതിൻ്റെ പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സഹായം ലഭിക്കുന്നുമുണ്ട്. പക്ഷേ റഷ്യയുടെ സൈന്യം വലുതും മികച്ച സജ്ജീകരണമുള്ളതുമാണ്. വരും ദിവസങ്ങളിൽ റഷ്യൻ സൈന്യം കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഉക്രൈനിയൻ സൈനികരെ തുരത്തുമെന്നാണ് വിവരം. 2026-27 വർഷങ്ങളിലെ സൈനിക ചിലവിൽ നേരിയ കുറവുണ്ടാകുമെന്ന് പുതിയ 3 വർഷത്തെ ബജറ്റ് പ്രവചിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി റഷ്യ സൈനിക ചെലവ് വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം യൂറോപ്യൻ യൂണിയൻ യുക്രൈന് തുടർന്നും പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. പുതിയ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് കാജ കല്ലാസും കഴിഞ്ഞ ദിവസം യുക്രൈനിൽ എത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ഉക്രൈൻ എന്ത് പ്രതീക്ഷിക്കാനാകുമെന്ന സംശയം ശക്തമാകുന്നതിനിടയിലാണ് ഇവരുടെ ഈ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം റഷ്യയുമായുള്ള ഭാവി വെടിനിർത്തൽ ചർച്ചകൾക്ക് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന് സെലൻസ്കി പറഞ്ഞിട്ടുമുണ്ട്. റഷ്യ ഞായറാഴ്ച രാത്രിയോടെ ഉക്രൈനിലേക്ക് 78 ഡ്രോണുകൾ അയച്ചതായി ഉക്രൈനിയൻ അധികൃതർ ആരോപിക്കുന്നു. എന്നാൽ പടിഞ്ഞാറൻ റഷ്യയിലെ 4 പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാത്രിയിൽ 29 ഉക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. ഉക്രൈനിയൻ സൈന്യത്തിന് റഷ്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാനും റഷ്യ മുമ്പ് പിടിച്ചടക്കിയ എല്ലാ പ്രദേശങ്ങളും തിരിച്ചുപിടിക്കാനും ശക്തിയില്ലെന്ന് സെലൻസ്കി പറഞ്ഞിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ക്യോഡോ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നാറ്റോയിൽ ചേരുന്നതിനുള്ള സാധ്യതകൾ വ്യക്തമാക്കിയതിനു ശേഷം എത്രയും വേഗം സംഘർഷം അവസാനിപ്പിക്കാനും ക്രിമിയ, ഡൊനെറ്റ്സ്ക്, ലുഗാൻസ്ക്, കെർസൺ, സ്പോറിഷ്യ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും ഉക്രൈൻ ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി സൂചിപ്പിച്ചു. എന്നാൽ ഇതത്ര എളുപ്പമല്ലെന്ന് സെലൻസ്കി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. റഷ്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനും പലവട്ടം തുറന്ന് സമ്മതിച്ചതാണ്. എല്ലാവരും കണ്ടിട്ടുമുണ്ട്. സൈനിക ശേഷിയിലും മികവിലും ആയുധബലത്തിലും ആണവശേഷിയിലും എല്ലാം തന്നെ റഷ്യ നമ്പർ 1 ആണെന്ന് അമേരിക്ക പോലും തുറന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിൻ ബജറ്റിലെ 1/3 ഭാഗം പ്രതിരോധ സംവിധാനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും അതിനിടെ അമേരിക്കയെ വീണ്ടും ഞെട്ടിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ഈ സൈനിക ബജറ്റിനോളം തന്നെ അമേരിക്കയെ മുൾമുനയിൽ നിർത്തുന്ന പുതിൻ്റെ ഈ ഒരു നീക്കം അവർക്ക് താങ്ങാനാകുമോ എന്നാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്.
അതായത് 2022 ഫെബ്രുവരി 24 മുതൽ റഷ്യ ഉക്രൈനിൽ നടത്തിവരുന്ന പ്രത്യേക സൈനിക ഓപ്പറേഷൻ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇത് അമേരിക്കൻ ചേരിയെ ഞെട്ടിപ്പിക്കുകയും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ ചുവട് വെച്ചിരിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ആലോചനയാണ് റഷ്യ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്തു കൂടി പോകാൻ പോലും അമേരിക്കയുടെയോ അതുപോലുള്ള മറ്റു രാജ്യങ്ങളുടെയോ പോർ വിമാനങ്ങൾക്ക് കഴിയില്ല. അമേരിക്കയ്ക്കെതിരായ പ്രതികാര നടപടി എന്ന നിലയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നതായ റിപ്പോർട്ടുകൾ റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർജി റിയോബ്കോവ് തള്ളിക്കളയുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ഇക്കാര്യം തങ്ങളുടെ പ്രധാന ഓപ്ഷനുകളിൽ ഒന്നായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏത് പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത്. ഇങ്ങനൊരു തീരുമാനത്തിൽ റഷ്യ എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അമേരിക്ക തന്നെയാണെന്ന് സെർജി റിയോബ്കോ തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട്. പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറേഷ്നിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള 1998 ധാരണാപത്രം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരുന്നുണ്ട്. ഈ രേഖയുടെ ചട്ടക്കൂടിൽ നിന്നും റഷ്യ വ്യതിചലിക്കാത്തത് കൊണ്ട് ഒറേഷ്നിക് മിസൈൽ ഉക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുൻപ് അമേരിക്കയെ അറിയിച്ചിരുന്നു. എന്നാൽ പരീക്ഷണ ഘട്ടത്തിൽ നൽകിയ ഈ മുന്നറിയിപ്പ് റഷ്യ ഇനി തുടരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയവുമുണ്ട്. പ്രത്യേകിച്ചും നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പും നൽകാതെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഒട്ടേറെയാണ്. തന്ത്രപരമായ ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന പോളണ്ടിലെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ആക്രമിക്കുമെന്ന കൃത്യമായ സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ലോകത്തിന് ചുറ്റും സൈനിക താവളങ്ങൾ സംഘടിപ്പിച്ച് എന്നിട്ട് ഒരു യുദ്ധക്കൊതിയന്മാരായ രീതിയിലുള്ള അമേരിക്കയുടെ പ്രകോപനം അത് റഷ്യക്ക് താങ്ങാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ രാജ്യങ്ങളുള്ളത്. സോവിയറ്റ് യൂണിയന്റെ ഭീഷണി നേരിടാൻ ആ കാലത്ത് രൂപീകൃതമായ നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ടും പിരിച്ചുവിടാൻ തയ്യാറാകാത്ത അമേരിക്ക ഈ കരുത്ത് കാട്ടിയാണ് മറ്റ് രാജ്യങ്ങളെ വിരട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. റഷ്യയുടെ അയൽ രാജ്യങ്ങളെ, അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഒന്നൊന്നായിട്ട് നാറ്റോ സഖ്യത്തിൽ ചേർത്ത് റഷ്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഒടുവിൽ ഉക്രൈനെയും നാറ്റോ സഖ്യത്തിൽ ചേർക്കാൻ ശ്രമിച്ചതാണ് റഷ്യയുടെ സൈനിക നടപടിക്ക് കാരണമായിട്ടുള്ളത്. അതായത് അവർ മനഃപൂർവ്വമാണ് പുടിൻ്റെ പക വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മറുത്തൊന്നും പറയാനില്ല. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോ അംഗങ്ങൾ. ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കും എന്നതാണ് ഇവരുടെ നയം. ഇതുപോലെ ശക്തമായ ഒരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ലെന്നതും നാം ഓർക്കണം. ഈ 32 രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ്. ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് പോലും ശരിക്കും സംശയമുണ്ട്. ഇതിലെ തന്നെ പല അംഗങ്ങളും തങ്ങൾ റഷ്യയ്ക്ക് എതിരേ ഇല്ല എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യം പരസ്യമായി തന്നെ ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോകാവസാനമാണ് സംഭവിക്കുക എന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും കരുതുന്നത്. ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി ഏറെ വഷളാക്കിയിരിക്കുന്നത്. നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ, അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ രൂപപ്പെട്ടിട്ടുമുണ്ട്. റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 കൂട്ടായ്മയേക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ. ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പുതുതായി കടന്നു വന്നിട്ടുമുണ്ട്. ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യവും ഉണ്ടാക്കണമെന്നത് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹവുമാണ്. ഇത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിനും നിലവിലുണ്ട്. റഷ്യ, ഉത്തര കൊറിയ സൈനിക സഖ്യം പുതിയ ശാക്തിക ചേരിയുടെ തുടക്കമായിട്ടാണ് നയതന്ത്ര വിദഗ്ധർ പോലും കണക്ക് കൂട്ടുന്നത്. ഇറാൻ കൂടി ഔദ്യോഗികമായി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് റഷ്യൻ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ റഷ്യ ഈ വൻ നീക്കങ്ങൾ തുടരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്തായാലും കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.